അതിനൊരു ലക്ഷ്യമുണ്ട്, അതിനൊരു അതിനൊരു ചിന്തയുണ്ട്, അതിനൊരു ഫോമാറ്റുണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർ അത് ഫോളോ ചെയ്യുന്നു. ഇവിടെ അങ്ങനെ ഒരു മോശമായ ഭാഷ ഉപയോഗിക്കാത്ത പാട്ടുകളോട് എനിക്കിഷ്ടമാണ്. ദേവരാജൻ മാസ്റ്ററിൽ നിന്ന് പഠിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഒരു പാട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈണം മാത്രമല്ല എന്നുള്ളത് അവിടുന്ന് കിട്ടിയ പാഠമാണ്. എടാ, പ്രേതം എന്ന് പറയുന്നതും പ്രേമം എന്ന് പറയുന്നതും തമ്മിൽ ഒരക്ഷര വ്യത്യാസമുള്ളൂ. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വേണം പാടാൻ. ഏതൊരു കാര്യവും പാട്ടാണെങ്കിലും ഏത് കാര്യവും ശ്രദ്ധിക്കപ്പെടുന്നത്, വലിയ രീതിയിൽ പോപ്പുലർ ആകുന്നത് അതിനകത്ത് എന്തോ ഉണ്ട്. അത് നമുക്ക് ഇഷ്ടപ്പെടുന്നതാകും ഇഷ്ടപ്പെടാത്തതാകും. രാമയ്യ രാമ കോദണ്ഡ രാമ പട്ടാഭിരാമ കല്യാണ രാമ നന്നു വീടച്ചി കദലകൂറ. ഈ പുതിയ കാലത്ത് കുറെ കൂടി പുതിയ ജനറേഷനിലെ കുറെ ആളുകളെ ഇൻസ്പയർ ചെയ്ത ഒരാളാണ് വേടൻ. വേടന്റെ പാട്ടുകൾ കേൾക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ അദ്ദേഹം വരുന്ന സമയം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾക്ക് ഇത്രയും ജനസ്വാധീനം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് മാരേരി ബീച്ച് ഫെസ്റ്റിവലിന് എൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെ തലേ ദിവസം അദ്ദേഹത്തിൻ്റെ പരിപാടിയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സംഘാടകരാണ് പറയുന്നത്, എൻ്റെ സാറേ ഇന്നലെ ഇവിടെ ഒരു 20 പോലീസുകാരെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ സംഘാടകരും കൂടെ വിചാരിച്ചിട്ട് ഇവിടെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഈ പ്രോഗ്രാം വെച്ചപ്പോൾ ഇത്രയും വലിയ ജനപിന്തുണയുള്ള ഒരു ആർട്ടിസ്റ്റാണെന്ന് അറിഞ്ഞില്ല. അദ്ദേഹത്തെ സ്റ്റേജിൽ കയറ്റാൻ തന്നെ വളരെ ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അവരതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണ് അത്രയും ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയത്. പിന്നെ ഞാനത് ഇദ്ദേഹത്തിൻ്റെ പേര് തപ്പിയെടുത്ത് പാട്ടുകൾ കേട്ടപ്പോൾ അത് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ആ ലിറിക്സിനെയാണ് കൂടുതലും പുതിയ ജനറേഷൻ ഫോളോ ചെയ്യുന്നത്. മ്യൂസിക്കലി ഇതിപ്പോൾ നമുക്ക് അതിനകത്ത് നമ്മൾ കർണാടക സംഗീതമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സംഗതിയൊന്നും പ്രതീക്ഷിക്കരുത്. അതല്ലല്ലോ അത് ഉദ്ദേശിക്കുന്നത് വേറെ. അതിനൊരു ലക്ഷ്യമുണ്ട്, അതിനൊരു ചിന്തയുണ്ട്, അതിനൊരു ഫോമാറ്റുണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർ അത് ഫോളോ ചെയ്യുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ റാപ്പ് സംഗീതമൊന്നും അധികമായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷേ ഞാൻ ഒരുപാട് പലതരത്തിലുള്ള മലയാളികൾക്ക് പരിചിതമായ റാപ്പർ എന്ന് പറയാൻ പറ്റുന്ന ജാസി ഗിഫ്റ്റ് ആണ്. അതെ, അതാ പറഞ്ഞത്. ജാസി ഇതുപോലത്തെ സംഗീതങ്ങളൊക്കെ 2000-ന്റെ തുടക്കത്തിൽ പരീക്ഷിച്ചതാണ്. ആ സമയത്തോ അല്ലെ അതിന് മുമ്പോ ഞാൻ US പ്രോഗ്രാമിന് പോയിട്ടുള്ളപ്പം അവിടുത്തെ ചെറുപ്പക്കാർ കാറിൽ കേൾക്കുന്ന പലപ്പോഴും ഇത്തരം പാട്ടുകളായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ കേട്ടിട്ടുണ്ട്. അവിടെയുള്ള ചില ഫ്രണ്ട്സൊക്കെ ഇത് കേൾപ്പിക്കുമ്പോൾ അപ്പോൾ നമുക്ക് അന്ന് ഒരു പുതുമയാണ്. അപ്പോൾ അവർ അന്ന് പറയും, ചേട്ടാ ഇത് കേട്ടോ, സംഭവം കൊള്ളാം, പക്ഷേ ലിറിക്സ് ഒന്നും പാടിക്കൊണ്ട് നടക്കരുത് എന്ന് പറയും അവിടെ. എന്ന് വെച്ചാൽ അവർ അന്ന് അവിടുത്തെ ഈ ഡിസ്ക്രിമിനേഷനെതിരെ ഉള്ള ഒരു ഫൈറ്റിൻ്റെ ഭാഗമായി ഉണ്ടായ പാട്ടുകളിലൊക്കെ പലപ്പോഴും ലാംഗ്വേജ് കുറച്ച് ഷാർപ്പൊന്നും അല്ലെങ്കിൽ ഫൗൾ ലാംഗ്വേജ് എന്ന് പറയാം. ഒരുപക്ഷെ അങ്ങനത്തെ വാക്കുകളൊക്കെ അതിലുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളിത് കാണാൻ പഠിച്ച് അല്ലാതെ ഫോളോ ചെയ്ത് പാടുന്ന നമുക്കതൊന്നും മനസ്സിലാവുന്നേ ഇല്ല, വേറെ കാര്യം. അങ്ങനെ പറയുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു മോശമായ ഭാഷ ഉപയോഗിക്കാത്ത പാട്ടുകളോട് എനിക്കിഷ്ടമാണ്. മോശമായ ഭാഷ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ മനസ്സിലുള്ള ഒരു ഭാഷയുടെ സഭ്യതയുണ്ടല്ലോ, അത് വിടാതെ പാട്ടുകളിൽ ഒരു വിഷയം ഷാർപ്പായിട്ടൊരു സബ്ജക്റ്റ് അവതരിപ്പിക്കുന്ന റാപ്പ് എന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അത് ആളുകൾ കേൾക്കണം. അതിൻ്റെ ആ ആശയം ഉൾക്കൊന്നുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതിനെ ഈ പറഞ്ഞ പോലെ സംഗീതം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ സംഗീതമായിട്ടല്ല അതിനെ ചേർത്ത് വയ്ക്കുന്നത്. അതൊരു വിദേശ രാജ്യത്തുണ്ടായ ഒരു സംഗീതമാണ്. അതിൻ്റെ ഒരു വെർഷൻ ഇവിടേക്ക് വരുന്നു. നമ്മൾ അതിൽ നിന്ന് നമ്മുടെ ഭാഷയ്ക്ക് പറ്റുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിന് വേറൊരു ഡയമെൻഷൻ ഉണ്ടാകുന്നു. അത് ആളുകൾ ഇഷ്ടപ്പെടുന്നു, ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളും അത് കയറി നോക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു കടയുടെ മുന്നിൽ ഒരുപാട് ആളുകൾ നിൽക്കുമ്പോൾ നമ്മൾ ആ കടയിൽ പോയി നോക്കും, ഇവിടെ എന്താ പുതുമയായിട്ടുള്ളതെന്ന് എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്ത് തോന്നിയ കാര്യം ഇതാണ്, അതിനകത്ത് സംതിങ് ആളുകൾക്ക്, ചെറുപ്പക്കാർക്ക് എന്തോ ഒരു ഫയറുണ്ട്. അപ്പോൾ ആ ഫയർ എപ്പോഴും അങ്ങനെയാണ്. ഏതൊരു കാര്യവും പാട്ടാണെങ്കിലും ഏത് കാര്യവും ശ്രദ്ധിക്കപ്പെടുന്നത്, വലിയ രീതിയിൽ പോപ്പുലർ ആകുന്നത് അതിനകത്ത് എന്തോ ഉണ്ട്. അത് നമുക്ക് ഇഷ്ടപ്പെടുന്നതാകും ഇഷ്ടപ്പെടാത്തതാകും. പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഒരു കാര്യം ആളുകളുടെ മനസ്സിലോട്ട്, അത്രയധികം ആളുകളുടെ മനസ്സിലേക്ക് എത്തിപ്പെടുകയുള്ളൂ. അതെന്താണ് കാര്യം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ദേവരാജൻ മാസ്റ്ററെ പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം അത് ഒരുപാട് ഇന്റർവ്യൂവിൽ പറഞ്ഞ് കഥകൾ ഇങ്ങനെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഈ ദേവരാജൻ മാസ്റ്ററുടെ അടുത്ത് നിന്ന് നമ്മൾ
സ്വയം ആർജിച്ചെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവില്ല, നമുക്ക് കണ്ട് മനസ്സിലാക്കി എടുക്കുന്ന, അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരാതെ നമ്മൾ ഗുരുവിൽ നിന്ന് നമ്മൾ തന്നെ ക്യാപ്ചർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവില്ല. അങ്ങനെ എന്താ സുദീപ്? ദേവരാജ മാസ്റ്ററിൽ നിന്ന് പഠിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഒരു പാട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈണം മാത്രമല്ല എന്നുള്ളത് അവിടുന്ന് കിട്ടിയ പാഠമാണ്. പാട്ടെന്നുള്ളത് നമുക്ക് പാട്ടുകാർക്ക് പൊതുവെ അതിൻ്റെ സംഗീത സംവിധായകൻ്റെയാണ് പാട്ട്. പക്ഷെ പാട്ടെന്നുള്ളത് കവിയുടേത് കൂടിയാണ് എന്നുള്ളത് ചെറിയൊരു ഓർമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഈ 50-50 കോമ്പിനേഷൻ കുറിച്ച് കൂടുതൽ ബോധം വന്നത് മാസ്റ്റർ അടുത്ത് ചെന്നപ്പോഴാണ്. പിന്നെ പാട്ടുകളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു തുടങ്ങിയതും അപ്പം മുതലാണ്. അതിനു മുമ്പ് പാട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ദ്രവല്ലരി പൂചൂടി വരും സുന്ദര ഹേമന്ത രാത്രി എന്ന് പറയുമ്പോൾ രാത്രിയിൽ നിറയെ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ഇന്ദ്രവല്ലരി പൂവെന്ന് പറയുന്നത് 5 ഇതളുള്ള ഒരു കുഞ്ഞു പൂവാണെന്നും അതിനെ കണ്ടാൽ നക്ഷത്രം പോലെ ഇരിക്കുമെന്നും രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ ദൃശ്യമാണ് ആ വരിയിൽ ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലാക്കി തുടങ്ങിയത് അവിടുന്ന്. ഇന്ദ്രവല്ലരി പൂ ചൂടി നിൽക്കും സുന്ദരഹേമ നക്ഷത്രങ്ങളെയാണ് ഇന്ദ്രവല്ലരി പൂജ എന്ന് പറയുന്നത്. പിന്നെ അവിടുന്ന് പറയുന്നത് ഒഴുകുമീ വെണ്ണില പാലരുവി ഒരു നിമിഷം കൊണ്ടുവരുമയാകും പ്രേമോദയങ്ങളിൽ മെയ്യോട് ചേർക്കും ഒരു ഗാനഗന്ധർവനാക്കും എന്ന് പറഞ്ഞു. ഞാൻ പാടുമ്പോൾ മാസ്റ്റർ പറഞ്ഞു, എടാ പ്രേ എന്ന് പറഞ്ഞ് നീ അത്രയും കട്ടി വേണ്ട, പ്രേമോ പാടിയ മാസ്റ്റർ എടാ പ്രേ എന്ന് പറഞ്ഞാൽ പ്രായച്ചിലൂടെ കട്ടി കുറയ്ക്കും. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കട്ടി പറഞ്ഞു, കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് മാസ്റ്റർ പറയാം, സോഫ്റ്റായിട്ട് പാടും. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് മാസ്റ്റർ എന്നോട് ഒരു വാക്ക് പറഞ്ഞു, എടാ പ്രേതം എന്ന് പറയുന്നതും പ്രേമം എന്ന് പറയുന്നതും തമ്മിൽ ഒരക്ഷരമേ വ്യത്യാസമുള്ളൂ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വേണം പാടാനുള്ളത്. അതൊരു വലിയ പാഠമാണ്. ഓരോ പാട്ടിലും ഓരോ വാക്കുകളിലും ഒളിഞ്ഞിരിക്കുന്ന ആശയമാണ് നമ്മൾ പാട്ടിലെ വികാരമായിട്ട് പ്രകടിപ്പിക്കേണ്ടത്. അവിടെ നിന്നാണ് ഇമോഷൻ ഉണ്ടാകുന്നത്. അല്ല ട്യൂണിൽ ഒരു ഏതൊരു ഈണത്തിനും അതിൻ്റെ ഒരു ഭാവം ഉണ്ടാകും. പാടി വരുമ്പോൾ ഒരു ഭാവത്തിൽ ഈണങ്ങൾ പാടുന്നു. പക്ഷേ ആ വാക്ക് ഡിമാൻഡ് ചെയ്യുന്ന ഭാവം എന്താണ് എന്നുള്ളത് പാടണം എന്ന് മനസ്സിലാക്കിയത് അവിടെ നിന്നാണ്. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സംഗീത വിദ്യാർത്ഥി എന്ന് പറയുന്ന ഒരാൾക്ക് ഈഗോ എന്ന് പറയുന്നത് 0 ആക്കി വെക്കണം എന്നുള്ളത് അവിടെ നിന്നാണ് പഠിച്ചത്. ഞാൻ എന്തോ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നാൽ അവിടെ നടപടിയാവില്ല. ഞാൻ ഒന്നുമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് വേണം നമ്മളൊരു ഗുരുവിൻ്റെ മുന്നിൽ പോയിരിക്കാൻ എന്ന് മനസ്സിലാക്കിയതും അവിടെ നിന്നാണ്. എന്തറിയാമെന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ലെന്നല്ലേ? നമുക്ക് അല്ല, നമ്മുടെ അറിവൊന്നും അല്ലല്ലോ. ഇപ്പം നമ്മൾ ഈ എല്ലാവരും പറയും, അത് അറിവുള്ളവർ വീണ്ടും വീണ്ടും പറയും. യേശുദാസ് സാറൊക്കെ പണ്ട് പറയുമ്പോൾ അതിനെ ആളുകൾ ആ അർത്ഥത്തിൽ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സംഗീത സാഗരത്തിൻ്റെ അതിനെ ഒരു ക്ലീഷ ഡയലോഗായിട്ടാണ് ചിലപ്പോൾ മലയാളികൾ എടുക്കുന്നത്. പക്ഷേ സംഗീത സാഗരം എന്ന് പറയുന്നത് ഒരു സാഗരമല്ല. കർണാടക സംഗീതം ഒരു സാഗരം, ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറയുന്നത് ഇത് നമ്മൾ അറബിക്കടലാണ്, മറ്റേത് ബംഗാൾ ഉൾക്കടലാണ്, അടുത്തത് പിന്നെ വെസ്റ്റേൺ സംഗീതം എന്ന് പറയുന്നത് എന്താ പറയുക ഒരു അറ്റ്ലാന്റിക് ഓഷ്യൻ അല്ലെങ്കിൽ പസഫിക് ഓഷ്യൻ പോലൊരു ഒന്നാണ്. ഈ സാഗരത്തിലേക്ക് വന്നു ചേരുന്ന ഒരുപാട് വലിയ മഹാനദികളുണ്ട്. സിനിമാ സംഗീതം അല്ലെങ്കിൽ മറ്റ് ഗസൽ അല്ലെങ്കിൽ ഖവാലി, തുമ്രി, മറ്റേ മറിച്ചെന്ന് നമ്മുടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ എത്ര വിഭാഗങ്ങൾ, നമ്മുടെ കർണാടക സംഗീതത്തിൽ ഇവിടെ ഭജൻസ് ഉണ്ട്, മറ്റുണ്ട് മറിച്ചുണ്ട്. അല്ല, നോർത്ത് ഇന്ത്യൻ ഭജൻസ് എല്ലായിടത്തും ഉണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ എത്ര നാടോടി സംഗീതം, ഇത് ഒരു വലിയ ഇതല്ലേ. ഇപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു സംഗീതത്തിനകത്ത് നമുക്കതിനകത്ത് എന്തറിയാം? ഇതിനകത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ കുറച്ചല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല ഈ സിനിമ പാട്ടുകൾ തന്നെ നമ്മൾ പാടിക്കൊണ്ട് നടക്കുന്നു. പ്രൊഫഷണൽ പാട്ടുകാരനായിട്ട് ഇത്രയും വർഷം നമ്മൾ പാടിക്കൊണ്ട് നടക്കുന്നു. നമുക്ക് എത്ര പാട്ടുകൾ അറിയാം എന്നുള്ളത് നമ്മളൊന്ന് ഓർമ്മയെന്ന് എഴുതി നോക്കിയാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. യേശുദാസ് സാറ് പാടിയ യേശുദാസ് സാറ് ദേവരായ മാസ്റ്റർക്ക് വേണ്ടി പാടിയത് മാത്രം 617 പാട്ടുണ്ട്. അതിനകത്തെ ഒരു 300 എണ്ണം പോലും നമ്മൾ ചിലപ്പോൾ കേട്ട് കാണില്ല. അതിനകത്ത് 100 പാട്ട് പോലും നമുക്ക് പാടാനും അറിയില്ല. പിന്നെ നമ്മൾ എന്താ അതിനകത്ത് അഹങ്കരിച്ചിട്ട് എന്താ കാര്യം? ഈ പറഞ്ഞ പോലെ നമ്മൾ 11 വയസ്സ് ഏകദേശം 11 വയസ്സ് മുതലൊക്കെ സംഗീതം പഠിക്കാൻ തുടങ്ങി തോന്നുന്നു അല്ലേ? അന്ന് മുതൽ ഈ ശാസ്ത്രീയ സംഗീതം വളരെ കൃത്യമായി ഇങ്ങനെ പഠിക്കുന്നു. പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറിനെ പോലെയുള്ള ആളുകളുടെ പഠിക്കുന്നത്. അപ്പോൾ ഈ ലൈവ് കൺസേർട്ടുകളൊക്കെ ഇപ്പം ശാസ്ത്രീയ സംഗീതത്തിൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പം അപ്പോൾ ഞാൻ കുറേ കമൻസുകളൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഇപ്പം അവൈലബിൾ ആണല്ലോ. നമുക്ക് മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ ഇപ്പം ഏറെ സൗകര്യമാണ് ഇങ്ങനത്തെ. അപ്പോൾ അതിലെ കമൻറ്റുകളിലൊക്കെ കാണാം ഈ സുദീപ് എന്ന ഗായകൻ്റെ ആ ശബ്ദത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ നല്ല പോസിറ്റീവ് കമൻറ്റുകളാണ് എപ്പോഴും കാണാറ്. ഈ ശാസ്ത്രീയ സംഗീത മേഖലയിലേക്ക് കുറേയും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? ശാസ്ത്രീയ സംഗീത മേഖലയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ അച്ഛനാണ് അക്കാര്യത്തിൽ. കാര്യം അച്ഛൻ പറഞ്ഞത് അതാകുമ്പോൾ നീ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. ഒരു സംഗീത സംവിധായകൻ്റെ പുറകിൽ അവസരത്തിന് വേണ്ടി
നടക്കണ്ട, സിനിമാ സംവിധായകരോട് അവസരം ചോദിക്കണ്ട, നീ ശാസ്ത്രീയ സംഗീതം പഠിക്കൂ, സ്വതന്ത്രമായിട്ട് പാടൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് സിനിമാ സംഗീതത്തോട് എൻ്റെ കൗമാരകാലത്തൊരു വല്ലാത്ത സത്യസന്ധമായിട്ട് പറഞ്ഞാൽ യേശുദാസ് സാറിൻ്റെ പാട്ടുകളോടുള്ള ഒരു ആരാധനയാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് വന്നതിനകത്തതാണ്. അത് എനിക്ക് വന്നപ്പോൾ സിനിമാ സംഗീതത്തിൽ അത് പ്രോഗ്രാമിന് പാടാനും അങ്ങനെ ഓർക്കസ്ട്ര, എനിക്ക് ആ ഹാർമണി സംഗീതത്തിൻ്റെ ഇപ്പം പാട്ടുകളിലുള്ള അങ്ങനെ ഒരു താല്പര്യം കൂടുതലായിട്ട് വന്നു. അത് കുറച്ചുകൂടി ഇമോഷണലാണ്. കർണാടിക് സംഗീതം ഇമോഷണൽ അല്ല എന്നല്ല, അതിൽ കൂടുതലായിട്ടും ഒന്നെങ്കിൽ ഭക്തിഭാവം അങ്ങനെയുള്ളതാണല്ലോ കൂടുതലായിട്ട്. എല്ലാ ഭാവവും ഉണ്ട് കർണാടക സംഗീതത്തിൽ, തീർച്ചയായിട്ടും അതിലില്ലാത്തൊന്നുമില്ല. എങ്കിലും സിനിമാ സംഗീതം കുറച്ചുകൂടി മനുഷ്യനോട് എനിക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സിറ്റുവേഷനിലാണ്, മനസ്സിലാക്കാനും കുറച്ചുകൂടി എളുപ്പം. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ പഠിച്ചിട്ടുള്ള കീർത്തനങ്ങളല്ലേ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന തെലുങ്കിലെയും സംസ്കൃതത്തിലെയൊക്കെ എത്ര കീർത്തനങ്ങളുടെ അർത്ഥം അറിഞ്ഞാൽ നമ്മൾ പാടുന്നു. നഗുമോമു ഗനലേനി എന്ന് പറഞ്ഞാൽ, നഗുമോമു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എത്ര പേർക്ക് അറിയാം? നഗുമോമു എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. നഗുമോമു എന്ന് പറഞ്ഞാൽ സുന്ദരമായ മുഖം എന്നാണ്. നഗുമോമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് അർത്ഥം അറിയാതെ നമ്മൾ പാടുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാടുണ്ട്. പിന്നെ പുരാകുംഭ സംഭവ മുനിവര. അപ്പം പുരാകുംഭനും സംഭവൻ എന്ന് പറഞ്ഞ രണ്ട് മുനിമാർ, അവരാൽ പ്രപൂജിതം, അവരെ പൂജിച്ചിരുന്ന ഗണനായകനെയാണ്. അതുപോലെ വാതാപി ഗണപതി എന്ന് പറഞ്ഞാൽ പലരോടും ചോദിക്കുമ്പോൾ ഗണപതി മനസ്സിലായി. വാതാപി എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലുള്ള ഒരു ക്ഷേത്രമാണ്. അവിടുത്തെ ഗണപതിയാണ് സ്തുതിക്കുന്നത്. അപ്പോൾ അങ്ങനെ കർണാടക സംഗീതം അർത്ഥം അറിയാതെയാണ് നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് പാടിക്കൊണ്ടിരുന്നത്. ഇതറിയാൻ വയ്യാത്തതുകൊണ്ട് തന്നെ അർത്ഥം മനസ്സിലായ സിനിമ പാട്ടുകളോട് എനിക്ക് കുറച്ച് കൂടുതൽ താല്പര്യം. എനിക്ക് പറഞ്ഞ പോലെ കുറച്ച് മനസ്സിലാക്കി പാടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ ഗുരു എന്ന് പറഞ്ഞത് എൻ്റെ വീടിനടുത്ത് ശാന്തമ്മ ടീച്ചറായിരുന്നു. പക്ഷെ അത് പ്രാഥമിക പാഠങ്ങളെ പഠിച്ചുള്ളൂ. ആലപ്പുഴയിലെ വിധു എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ കാലം, ആലപ്പുഴ വിധു സാറിൻ്റെ അടുത്താണ് 10-11 വർഷത്തോളം പഠിച്ചത്. കലവൂർ ബാലൻ സാറിൻ്റെ അടുത്തും പഠിച്ചു കുറേ കാലം. പക്ഷേ ഇപ്പോൾ ഞാൻ വീണ്ടും കർണാടക സംഗീതത്തിൽ കച്ചേരികളൊക്കെ പാടാൻ എന്നെ നിർബന്ധിച്ച് നീ ഇത് വേണം ഇനി ശ്രദ്ധിക്കാനെന്ന് പറയുന്നത് പെരുമ്പാവൂർ സാറാണ്. അപ്പോൾ സാറിൻ്റെ അടുത്ത് പഠിക്കാൻ പോയപ്പോൾ സാർ ഈ പറഞ്ഞ പോലെ ഓരോ കീർത്തനവും അത്ര ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളും ആഴത്തിൽ പഠിപ്പിക്കുന്ന ആളുമാണ്. ഒരു കീർത്തനം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാറ് അത് പഠിപ്പിക്കുന്നത് മാത്രമല്ല, അതിൻ്റെ രാഗം പാടുന്നത് ആ രാഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു രാഗങ്ങൾ, അതിൽ സ്വരം എങ്ങനെ പാടും, അത് ഏതൊക്കെ ഇടങ്ങളിൽ പാടാം. ഇപ്പോൾ ഒരു കീർത്തനം പഠിപ്പിക്കുമ്പോൾ സാറ് പറയും ഇതേ രാഗത്തിൽ വേറൊരു കൃതിയുണ്ട്, നമുക്കെന്നാൽ നാളെ അതുകൂടെ പഠിക്കാം. അതായത് ഒരു സമഗ്രമായ പഠനമാണ് സാറിൻ്റെ അടുത്ത് സാർ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിയപ്പോൾ എനിക്കും കൂടുതൽ എൻ്റെ താല്പര്യത്തെക്കാൾ സാറ് എന്നിലൊരു അങ്ങനെ ഒരു ഇത് കൂടെ കണ്ട് നിർബന്ധിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതിൽ സാറിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പൂർണ്ണമായിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞാനീ നമ്മുടെ സിനിമാ സംഗീത തിരക്കും ഗാനമേള കഴിഞ്ഞ് പിറ്റേ ദിവസം കച്ചേരി പാടുക എന്ന് പറയുന്നത് അത് ഒത്തിരി കട്ടി പരിപാടിയാണ്. അതുപോലെ സിനിമ പാട്ടുകൾ റെക്കോർഡിങ്ങിൻ്റെ അടുത്ത ദിവസം പോയി പാടുന്നത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാനായിട്ട് രണ്ടും ഒരു തുല്യ അളവിൽ ഒരേ പ്രാധാന്യം കൊടുത്ത് അല്ലെങ്കിൽ മനസ്സ് കൊടുത്ത് ചെയ്യാനായിട്ട് ലോകത്ത് ഒരാൾക്കേ പറ്റിയിട്ടുള്ളൂ. അതറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെ യേശുദാസ് സാർ എന്നോട് പറഞ്ഞു നീ ഇതിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ ആദ്യത്തെ പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്, കച്ചേരിയൊക്കെ പാടി തുടങ്ങി. അതുകൊണ്ട് അപ്പം അവസാനിപ്പിച്ചതാണ്. പിന്നെ സിനിമാ സംഗീതത്തിലൊക്കെ ഒരു പേരും അത്യാവശ്യം ആളുകൾ തിരിച്ചറിഞ്ഞതിന് ശേഷം ഞാനൊരു കച്ചേരി പാടുന്ന സമയത്ത് യേശുദാസ് സാർ എന്നോട് പറഞ്ഞു നീ ഇത് ശ്രദ്ധിക്കണം, അപ്പോൾ നീ വീട്ടിലേക്ക് വരൂ, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അവിടെ ഇരിക്കുമ്പോൾ ഏതൊക്കെ കീർത്തനങ്ങളാണ് പാടുന്നത്, ഏതൊക്കെയാണ് അതിൻ്റെ എവിടെയൊക്കെയാണ് സ്വരം പാടുന്നത് എല്ലാം ചോദിച്ചു. വളരെ കൃത്യമായിട്ട് എനിക്ക് അദ്ദേഹം ഒരു ഗുരുനാഥൻ്റെ നിലയിൽ നിന്ന് പറഞ്ഞു തരികയും എന്നെ ഞെട്ടിച്ച കാര്യം, എൻ്റെ കച്ചേരിയുടെ അന്ന് രാവിലെ എനിക്ക് വാട്സാപ്പിൽ, കച്ചേരിയുടെ സമയത്ത് ഞാൻ അറിയുന്നില്ല, കച്ചേരിയുടെ അന്ന് രാവിലെ അല്ല വൈകുന്നേരമാണല്ലോ കച്ചേരി കഴിഞ്ഞ് വരുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത് സാറിൻ്റെ മിസ് കോൾ ഫോണിൽ. പിന്നെ നോക്കുമ്പോൾ വോയിസ് നോട്ട് അയച്ചിരിക്കുക, കച്ചേരി ഗംഭീരമാവട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് ബ്ലെസ്സിങ്സ് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെയൊക്കെ അനുഗ്രഹം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷേ ഈ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇപ്പോഴും ചില കച്ചേരികൾ ഉത്സവ സമയങ്ങളിലൊക്കെ പല അമ്പലങ്ങളിലൊക്കെ ഇപ്പം പാടാനുള്ള അവസരം ഉണ്ടായി. അപ്പോഴൊക്കെ അതിൻ്റെ 2-3 ദിവസം മുമ്പ് ഇരുന്നൊന്ന് നോക്കി പെട്ടെന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് പാടിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അത് തീരെ അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നതല്ല കർണാടക സംഗീതത്തിൻ്റെ ഒരു. പാടാൻ പറ്റുമോ? വേറെ എന്തെങ്കിലും കീർത്തനം രീതികോളയിലുള്ള ഒരു കീർത്തനമുണ്ട്, അത് ഞാൻ എപ്പോഴും പാടാറുണ്ട്, സാറ് പഠിപ്പിച്ച കീർത്തനം. നന്നു വീടച്ചി കദലകൂറ నన్ను వీడచి
കദലകൂറാ രാമയ്യ രാമ കോദണ്ഡ രാമ പട്ടാഭിരാമ കല്യാണ രാമ നന്നു വീടച്ചി കദലകൂറാ. അതുപോലുള്ള ഒരുപാട് കൃതികൾ സാറ് എനിക്ക് തോന്നുന്നു ഒരു 70ഓളം കൃതികൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എനിക്ക് കൃത്യമായിട്ട് പഠിച്ച് പാടാനാണെങ്കിൽ എനിക്കൊരു ജന്മത്തിലേക്കുള്ളത് തന്നിട്ടുണ്ട്. അല്ല, മറ്റു ഗുരുക്കന്മാരത് പഠിച്ചതെല്ലാം ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് സിനിമയുടെ പുറകിൽ ഓടുകയാണല്ലോ. സിനിമയുടെ എന്ന് വെച്ചാൽ ഒരുപാട് സിനിമകൾ എന്നുള്ളതല്ല, സിനിമാ സംഗീതം. ഇപ്പോൾ ലൈവ് ചെയ്യുന്നത് കൂടുതലും ഗാനമേളകളാണ്. അതന്നെ ഒരു ടൈപ്പ് പരിപാടികളല്ല. നമ്മളിപ്പോൾ പുതിയ പാട്ടുകളുടെ ചെയ്യും. പിന്നെ പലപ്പോഴും ഇപ്പം കുറച്ച് തീം ബേസ്ഡ് ആയി നമ്മുടെ കാലത്തെ ആളുകൾ. ഇപ്പം രവീന്ദ്ര സംഗീതം ഒരു ദിവസം ജോൺസൺ മാസ്റ്റർ പാട്ട്, ഒരു ദിവസം വേറെ എന്തെങ്കിലും. പുതിയ കാലത്ത് കാണുന്നത് നമ്മൾ ഒരു 10 പാട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ സ്വന്തമായി ബാൻഡ് തുടങ്ങുന്നു. അതാണല്ലോ നമ്മളിപ്പോൾ കാണുന്നത്. സ്വന്തമായി ലൈവ് കൺസേർട്ടുകൾ ചെയ്യുന്നു. സുധീവേട്ടൻ ആ ഒരു ഇതിലേക്ക് മാറി ചിന്തിക്കാത്തതാണോ അതോ? അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെതായിട്ടുള്ള ഒരു ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പാട്ടുകളുടെ ഓർക്കസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ പാടി വന്ന പല പാട്ടുകളും ഇപ്പം പാടിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ വലിയ ലെജൻഡറി കമ്പോസേഴ്സിൻ്റെയൊക്കെ അതിൻ്റെ മൊത്തം രൂപം മാറ്റി പാടുന്ന ഒരു പരിപാടി പൊതുവേ ഇല്ല. പിന്നെ ചില കൺസെർട്ടുകളിൽ അതിൻ്റെ രൂപം അനുസരിച്ച് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഗിറ്റാർ, ഒരു കീബോർഡ്, ഒരു ഫ്ലൂട്ട്, ഒരു ഡ്രമ്മൊക്കെ വെച്ചിട്ട് വളരെ അങ്ങനെ ഒരു ഓഡിയൻസിന് വേണ്ടി ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഈ അടുത്ത് അങ്ങനെ ചില പ്രോഗ്രാംസ് ചെയ്തു. പക്ഷെ അതിനൊരു ബാൻഡ് എന്നുള്ള രീതിയിൽ പേരിട്ടിട്ടൊന്നും ഇല്ല. പിന്നെ അങ്ങനെയുള്ള വലിയ പരിപാടികളൊന്നും ഞാൻ അങ്ങനെ ഒരു ബാൻഡ് പോലെ ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അത്തരം പരിപാടികളും ചെയ്യുന്നുണ്ട്. കൂടുതലും കാണാറ് ഗാനമേള പോലെ. ഗാനമേള എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗാനമേളയുടെ ഒരു സ്വഭാവം മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഗാനമേള എന്ന് പറഞ്ഞാൽ ഒരു സിറോക്സ് കോപ്പി ആയിരുന്നു ഗാനമേള. പാട്ടുകൾ അതേപോലെ ഇടയ്ക്ക് ചുമയ്ക്കുന്നുണ്ടെങ്കിൽ ആ ചുമ വരെ ഇല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ മുന്നിൽ ഇവിടെ എവിടെ തെറ്റുന്നുണ്ട് എന്ന് കേൾക്കാനിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറേ നമ്മുടെ ഓഡിയൻസ് മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട്. എവിടെയാണ് എന്ന് പറഞ്ഞ പാട്ടുകാരൻ്റെ പ്രശ്നങ്ങൾ നോക്കിയിരിക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ പൊതുവെ കുറച്ചുകൂടെ ആളുകൾ ലിബറലായി. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പൊ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അല്ലേ സ്വീകരിക്കുന്നുണ്ട്. ഓരോ ഗായകനും ഓരോ ശൈലി ഉണ്ടെന്നും ഒരു പാട്ട് തന്നെ ആ കോമ്പോസിഷൻ, ഇപ്പോൾ ഒരു പാട്ട് സിനിമയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ചിട്ടപ്പെടുത്തിയത്. ഒരു ഗായകന് സ്വാതന്ത്ര്യമുണ്ട്, അയാളുടെ ശബ്ദത്തിന് അങ്ങനെ സ്വാധീനം ഉണ്ടെങ്കിൽ അയാളുടെ രീതിക്ക് പാടിക്കോട്ടെ, ഞങ്ങളത് ആസ്വദിച്ചോളാം എന്ന് പറയുന്ന ഒരു പുതിയ തലമുറ വന്നിട്ടുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ചില പാട്ടുകളെ കംപ്ലീറ്റ് മാറിപ്പോകുന്ന രീതിയിലും നമ്മൾ ആ പഴയ പാടി വെച്ച് നമ്മുടെ മനസ്സിൽ ചില പാട്ടുകൾ ഭയങ്കരമായിട്ട് പതിഞ്ഞിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പിന്നെ ഈ പറഞ്ഞ പോലെ ദേവരാജ ഒരു സിനിമ പാട്ടിനെ ഒരു ട്യൂണായിട്ട് കൺസീവ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ബാബുക്കയുടെയൊക്കെ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണല്ലോ, ഇങ്ങനെയാണ് ഈ പാട്ടുള്ളത്. അല്ല, ഒരു പാട്ടിനെ നമുക്ക് ഈണമായിട്ട് സമീപിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ടെന്ന് പറയുന്നത് ഈണമല്ല. പാട്ടെന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു വരുമ്പോഴാണ് പാട്ടാകുന്നത്. ഒരു ഈണം എന്ന് പറയുന്നത് അതിലൊരു ഘടകം മാത്രമാണ്. ഒരു ഈണം മാത്രം എടുത്ത് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇലാസ്റ്റിക് പോലെ വലിച്ചു നീട്ടുമ്പോഴാണ് അതിനെ പലപ്പോഴും ഇപ്പോഴത്തെ കാലത്ത് മറ്റ് പല പേരുകളും ഇട്ട് വിളിക്കുകയും അത് വേറൊരു രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. പക്ഷേ ഈ കവിത എന്ന് പറഞ്ഞാൽ ആ പാട്ടിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു കവിതയുടെ അംശമുണ്ടല്ലോ. ഇപ്പോൾ ചില പാട്ടുകൾക്കെന്ന് പറയുന്നത് മിനിമം ട്യൂൺ മതി. ദേവരാജ മാസ്റ്ററുടെ ഞാൻ നേരത്തെ പറയുമ്പോൾ പിന്നീട് അവിടെ വരും നമ്മൾ അനഘ സങ്കല്പ ഗായികേ ഈ പാട്ട്, അല്ലെങ്കിൽ ഇപ്പം ഹിമശൈല സൈകത ഭൂമിയിൽ, ഇതൊക്കെ കവിതകൾക്ക് ഈണം കൊടുത്താണ്. ഹിമശൈല മാധുര്യമ്മ പാടിയതാണ്. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നോ നീ പ്രണയപ്രവാഹമായി വന്നു, അതിഗൂഢ സുസ്മിതമുള്ളിലൊളിപ്പിച്ച പ്രഥമോദ ബിന്ദുവായി തീർന്നു. അപ്പോൾ അത് കവിതയാണ്. അതിനപ്പുറം ഒരു ഈണം ആവശ്യമില്ല, അതിൻ്റെ മാക്സിമമാണ്. ചിലപ്പോൾ ചില പാട്ടുകൾക്കും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. അപ്പോൾ യൂസുഫ് അലി കച്ചേരി സാർ തന്നെ പറയുന്നുണ്ട്, ഈ കവിതയ്ക്ക് ദേവരാജ മാസ്റ്റർ പറഞ്ഞു ഞാനിതിനൊരു അണ്ടർലൈൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ആ കവിതയിൽ സംഗീതമുണ്ട്.
അതുപോലെ പല പാട്ടുകൾക്കും അത് ആവശ്യപ്പെടുന്നൊരു സംഗീതമുണ്ട്. അത് അതിനപ്പുറത്തേക്ക് നീളുമ്പോൾ നമുക്ക് ആ കവിതയോട് ചെയ്യുന്ന അനീതിയായിട്ട് എനിക്ക് തോന്നും. ശ്രദ്ധ മുഴുവൻ ആ പാട്ടിൻ്റെ ട്യൂണിലും അതിൻ്റെ സംഭവങ്ങളിലേക്കും പോകും. ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ആശയമുണ്ട്. ഈ ആശയം നമ്മളിപ്പോൾ ഒരു നല്ല മനോഹരമായ കവിത എടുത്തു വെച്ച് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫീല് നമുക്ക് മനസ്സിലാവും. അത് കുറച്ചുകൂടി ആ കവിതയുടെ ഫീല് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാനാണ് ഈ സംഗീതം കൊടുക്കുന്നത്. ഈ സംഗീതം കൊടുക്കുമ്പം ഈ കവിതയെ മറന്നു പോകുന്നുണ്ടെങ്കിൽ പിന്നെ ആ ഈണത്തിന്റെ ആവശ്യമില്ലല്ലോ, വെറുതെ അതൊരു ഡിബേറ്റബിൾ വിഷയം ഇപ്പൊ പറഞ്ഞത് മനസ്സിലായല്ലോ. അതായത് ഇപ്പം സംഗീതം കവിതയിൽ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചർച്ചയുമുണ്ട്. അതിപ്പോൾ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു മാത്രം വെറുതെ നനച്ചുപോയി, ഐ മിസ് യു എന്നുള്ളതിന് ഇംഗ്ലീഷാണ്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, അതിപ്പോൾ വളരെ ഇമോഷണലായിട്ട് ഒരാളുടെ ശബ്ദത്തിൽ പറഞ്ഞാലും നമുക്ക് ഇഷ്ടപ്പെടും ഇല്ലേ? അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വെറുതെ നനച്ചുപോയി, അല്ലെങ്കിൽ ഒരു മാത്ര വെറുതെ നനച്ചുപോയി എന്നൊരു ഡയലോഗ് പറയുന്ന പോലെ. ഇപ്പം ഡയലോഗിനെ നമ്മൾ പറയില്ലേ, ഡയലോഗ് റെൻഡറിങ് എന്ന് പറയില്ലേ, ഭാവാത്മകമായി അവതരിപ്പിക്കുന്നതിനെയാണ് റെൻഡറിങ് എന്ന് പറയുന്നത്. അതിപ്പം ഡയലോഗാവാം, പാട്ടാവാം. അതിൽ ചില പാട്ടുകൾ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞിട്ട് അതിനുശേഷം പാട്ട് വരും. അങ്ങനെ ചില സിനിമകൾ വന്നിട്ടുണ്ട്, ഒരു കവിത. അപ്പം നിന്റെ നൂപുര മർമരം ഒന്ന് കേൾക്കാനായി വന്നു ഞാൻ, അതൊരു പാട്ട് ലിറിക്സ് എടുത്ത് വെച്ച് പാടുന്നതായിട്ടാണ് സിനിമയിൽ. അപ്പം നിന്റെ നൂപുര മർമരം ഒന്ന് കേൾക്കാനായി വന്നു ഞാൻ എന്ന് ഒരു കവിത എഴുതിയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഫീലില്ലേ, അതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്യൂണായിരിക്കണം ഇത്. പക്ഷേ ഈ ട്യൂണ് വന്ന് അന്ന് വളർന്ന് വികസിച്ചിട്ട് നിന്റെ നൂപുര മർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ, അങ്ങനെ വന്നാലേ ഉള്ളൂ. അനുപരം നിന്റെ നൂപുര മർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ എന്ന് പാടുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രദ്ധ മുഴുവൻ വേറെ പോയില്ലേ. അതിലിപ്പം വാങ്ങുന്ന പാടാതെ ഇപ്പം നിന്റെ നൂപുര മർമരം വേറെന്ത് ട്യൂണിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രദ്ധ അവിടെ പോയി. അത് ഒന്ന് കേൾക്കാനാ ആ പാടുന്ന എക്സ്പ്രഷൻ അവിടെ വേറെ സംഗതിയാവുകയോ വേറെത്തേക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആ പിക്ചറും ആ കവിതയുടെ സൗന്ദര്യവും നഷ്ടപ്പെട്ടു. അത് പോവാതെ ചെയ്യാമെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ കവിതയുടെ സൗന്ദര്യം പോവാതെ ആ ഇമോഷന്റെ ഗ്രാവിറ്റി കൂട്ടുന്ന രീതിയിൽ ഒരാൾ പാടിയാൽ അത് നല്ലതാണ്. പക്ഷെ ആ സംഗീത സംവിധായകന് കൂടി അത് തൃപ്തികരമായിരിക്കണം. അവരുടെ കൺസെപ്റ്റ് ഒന്ന് വിട്ടുപോരുത്. ഇപ്പം എനിക്ക് തോന്നാറുണ്ട് എക്സ്റ്റൻഷൻ പറ്റാത്ത, അല്ലെങ്കിൽ ഈ നമ്മൾ പറയുമല്ലോ അതിന് പറയുന്ന പാട്ടുകളുടെ ഇംപ്രൊവൈസേഷൻ എന്ന് പറയും, അല്ലാതെ കർണാടക സംഗീതത്തിൽ നിരവലെന്ന് പറയും. ഓരോ 2 വരി എടുത്തിട്ട് ചിലപ്പോൾ അതിങ്ങനെ പാടി അതിനെ അങ്ങ്, അതെന്തിനാ കർണാടക സംഗീതത്തിൽ അങ്ങനെ ചെയ്യുന്ന? ആ രാഗത്തിന്റെ സാധ്യതകൾ കൂടുതലായിട്ട് വിസ്തരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ട്യൂണുകൾ ഉണ്ടാവാം, ഇങ്ങനെയൊക്കെ അതിൻ്റെ ഭാവതലങ്ങൾ പോവാം, അതിൻ്റെ മ്യൂസിക്കൽ ഗ്രാഫ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സിനിമ പാട്ടുകളിൽ അത് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഫീല് അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ വരികളുടെ ആത്മാവ് കൂടുകയാണെങ്കിലേ കൊണ്ട് കാര്യം. ഇപ്പോൾ ഇളയരാജ സാറിൻ്റെ പാട്ടുകൾ, അപ്പം അതിൻ്റെ ട്യൂൺ മാറുമ്പോൾ അതിൻ്റെ കോഡ് പ്രോഗ്രഷൻ മാറും ഇല്ലേ? അതെല്ലാം വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ജോൺസൺ മാസ്റ്റർ, സലിൽ ചൗധരി സാർ, ഇളയരാജ സാർ, ദേവരാജൻ മാസ്റ്റർ, ഇത് പിന്നെ MB ശ്രീനിവാസൻ സാർ, ഇവരുടെ ഒന്നും പാട്ടുകൾ നമുക്ക് ഒന്നും ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ അവരൊക്കെ വളരെ കൃത്യമായിട്ട് അവരുടെ മ്യൂസിക് എന്ന് പറയുന്നത് ഓൾറെഡി ഇംപ്രവൈസ്ഡ് ആണ്. അവർ ഒരുപാട് മനസ്സിലിട്ട് ആലോചിച്ചിട്ട് അതിൻ്റെ ഏത് തലത്തിലുള്ള ഇംപ്രവൈസേഷൻ വേണമെന്ന് തീരുമാനിച്ചിട്ടാണ് ഒരു ട്യൂൺ ഫിക്സ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ആവശ്യമില്ല. ഇപ്പം പിന്നെ മാസ്റ്ററുടെ ഒരു പാട്ടുണ്ടല്ലോ, ദേവരായ മാസ്റ്ററുടെ പാട്ട്, പിന്നെ പുലരിത്തു മഞ്ഞുതുള്ളിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു അവിടെ ഫിനിഷാണ്. അവിടെ വീണുടഞ്ഞൊരു ഫീല് നമുക്ക് കിട്ടി, വീണുടഞ്ഞു എന്നുള്ള ഫീല്. വീണുടഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനല്ലത്, പെർഫെക്റ്റ് സ്റ്റോപ്പാണ്. വീണുടഞ്ഞു അവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അത്. അപ്പൊ അങ്ങനെ കൺസെപ്റ്റോട് കൂടി ഒരു കവിതയെ സമീപിച്ചിട്ടുള്ളവരുടെ പാട്ടുകൾ എടുത്ത് ചെയ്യുന്നതിനോട് എനിക്ക് ഇഷ്ടമില്ല. പക്ഷേ സാധ്യതകളുള്ളതുണ്ട്. ചില പാട്ടുകൾക്ക് നമുക്ക് അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ട്. ചില പാട്ടുകൾക്ക് അവിടെ നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം, നമുക്ക് പാടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരും, അല്ലെങ്കിൽ വേദിയിൽ പാടുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും അവിടെ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, അത് ഡെവലപ്പ് ചെയ്താൽ നന്നാവും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഭംഗിയുണ്ടാവാം, ആളുകൾ ഇഷ്ടപ്പെടാം. എനിക്കും അങ്ങനെയുള്ള ചില ആളുകൾ പാടുന്ന ചില വേർഷൻസ് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാവരുടെയും എല്ലാം എൻജോയ് ചെയ്യാറില്ല.